ഹായ് ഗേഴ്സ്, കൂട്ടുകാരെ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. ഞാൻ ഇന്നത്തെ കാപ്പിയും കൊണ്ടുവന്നാണേ. ഗോതമ്പ് പുട്ട്, വൻപയർ പുഴുങ്ങിയത്, ഒരു മുട്ട, 5 ബദാം, 2 ഈന്തപ്പഴം കേട്ടോ. ഇത് എൻ്റെ ആഹാരം, ഡോക്ടർ പറഞ്ഞ ആഹാരക്രമമാണേ. പിന്നെ ഈ വൻപയർ ഞാൻ പുഴുങ്ങി കഴിക്കാൻ പറഞ്ഞെങ്കിലും അതെനിക്ക് രാവിലെ കഴിക്കുമ്പോൾ ഒരു അസൗകര്യം ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, അതിനകത്ത് വെളുത്തുള്ളി, മുളക് ചതയ്ക്കണം. മുളകും ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഇടിക്കും. കല്ലിൽ ഇടിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിനെ ഇട്ട് നല്ല പോലെ ബ്രൗൺ കളറാകും വരെ ഇട്ടിട്ട് ഇച്ചിരി കറിവേപ്പില ഇട്ട് ആ എണ്ണയെ പയർ പുഴുങ്ങിയതിലോട്ട് ഒഴിച്ച് ഇളക്കി ഉപ്പ് ഇട്ടെടുക്കും. ഇങ്ങനെയാണ് ഞാൻ ഈ പയർ പുഴുങ്ങുന്നത് കേട്ടോ കൂട്ടുകാർ. ചുമ്മാ ഉപ്പിട്ട് പയർ പുഴുങ്ങി എനിക്ക് കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഒരു മണമുണ്ട്. എന്നാ ടേസ്റ്റാന്ന് പറയാം കൂട്ടുകാർ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് വെച്ച് നോക്കിയിട്ട് പറ കൂട്ടുകാർ, ഒരു കമൻറ്റ് എൻ്റെ ഇതിൻ്റെ ഇപ്പം ഇടുന്ന വീഡിയോയുടെ അടിയിൽ. തെറ്റാണെങ്കിൽ നിങ്ങൾ പറ, ഇത് തെറ്റാണ്, ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നെന്ന് പറ, ഞാൻ സമ്മതിക്കാം. ഇത് നല്ല രുചിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും കൂട്ടുകാർ. സത്യമായിട്ടും നല്ല രുചിയാണ് ഇത് കേട്ടോ. മൊരിയണം, വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ നല്ലപോലെ മൊരിയണം. അതിൻ്റെ ആ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. നമ്മൾ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും കൂട്ടുകാരെ. നല്ല ടേസ്റ്റാണ്. ഒരു 4 കഷ്ണം വെളുത്തുള്ളി ഇട്ടാൽ മതി കേട്ടോ. ഞങ്ങൾ കൂടുതലുണ്ട്, പയറും കൂടുതലുണ്ടെങ്കിൽ കൂടുതലിട്ടോ. ഞങ്ങൾ രണ്ടാൾക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നതാ. പക്ഷെ നല്ല ടേസ്റ്റാണ്. മടുപ്പ് തോന്നൂല. നമ്മൾ രാവിലെ കഴിക്കും, ഒരു സന്തോഷമുണ്ട്. ടേസ്റ്റുള്ള ഫുഡ് കഴിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ലേ നമുക്ക്? അതേപോലെയാ കൂട്ടുകാർ, നല്ലൊരു സന്തോഷം ഉണ്ടാവും. നിങ്ങളാരും കഴിച്ചില്ലെന്ന് എനിക്കറിയാം. രാവിലെ പോയി കഴിക്കാൻ നോക്കും. കണ്ടിട്ടെങ്കിലും നിങ്ങൾ കഴിക്കും കൂട്ടുകാരെ സമയത്തിന്. കണ്ടാ കൊതി വിടത്തില്ലേ? കണ്ടിട്ടെങ്കിലും നിങ്ങൾ പോയി കഴിക്കും. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ, ബൈ ബൈ. ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ഫോളോ ചെയ്യണേ, ഷെയർ ചെയ്യണേ.